പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിന്നുതന്റെ അച്ഛനെ കണ്ടതിനെ തുടർന്ന് അമ്മയും അച്ഛനുമായി പുതിയൊരു ജീവിതം തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ. ഇതേ തുടർന്ന് ചിന്നുവിനെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുന്നതിനായി വിജയ് ശങ്കർ തയ്യാറാവുകയാണ്. ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ചന്ദ്രലേഖയുടെ ചതി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അച്ചു പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ അച്ചുവിന്റെ കരിയറിനെ ബാധിക്കുകയും ചെയ്യുന്നു. പോലീസ് സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് അച്ചു. ഈ കാര്യം അറിയാനിടയാകുന്ന അർച്ചനയാകട്ടെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അവർ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അർച്ചന അച്ചുവിനെ ചെന്ന് കാണുന്നു. എന്നെ ഈ കേസിൽ മനഃപൂർവ്വം കുടുക്കിയതാണ് ചേച്ചി. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം എന്ന് അച്ചു കരഞ്ഞു പറയുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കേസ് എടുത്തതിനെ തുടർന്ന് ഇനി നിനക്ക് പോലീസിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് തുറന്നു പറയുകയാണ് അർച്ചന. ഇതോടെ അച്ചു മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.